നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. പൗലോസ് കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു അതിശക്തമായൊരു വചനമാണ്. എന്താണ് കുരിശിന്റെ വചനം? കുരിശിന്റെ വചനം എന്താണെന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലൂടെ അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ഒക്കെ രഹസ്യം ഈ കുരിശിന്റെ വചനമാണ്. അതായത് ഈശോ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കടന്നു വന്ന് കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നിന്നെ രക്ഷിച്ചു, നീതീകരിച്ചു, വീണ്ടെടുത്തു, വിമോചിപ്പിച്ചു, നിന്റെ പാപങ്ങൾക്ക് വേണ്ട പരിഹാര ബലിയായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നു. രക്ഷ ലഭിച്ച വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചവനാണ് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. ആ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഈശോ ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും ചെയ്ത് കഴിഞ്ഞു. അതിലൂടെ എന്നെ അവർ നീതീകരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, പരിപൂർണരാക്കുന്നു എന്നുള്ള ആ സത്യത്തെ ഒരു വിശ്വാസി സ്വീകരിക്കുമ്പോഴാണ് കുരിശിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തി എത്രയെന്ന് പറയുന്നത്. രക്ഷയിലൂടെ ചരിക്കുകയാണ്, യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ കുരിശിന്റെ ബലിയിലൂടെ, ആ മറവിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ യാത്രയിലാണ് ഓരോ ക്രിസ്തു വിശ്വാസി. പരിപാവനമായ ഫാത്തിമയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പോർച്ചുഗലിലെ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞ വർഷം നടന്നത്. അമ്മ മാതാവിന്റെ ദർശനങ്ങൾ ഉണ്ടായ ഫാത്തിമയിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് കുരിശിന്റെ വചനത്തെ ഒരിക്കൽ കൂടി സഹോദരങ്ങളെ, മലയാളികളായ എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ വചനത്തിന് വലിയ അഭിഷേകം നമ്മൾ നിറയപ്പെടട്ടെ. അമ്മമാതാവിന്റെ പ്രാർത്ഥന ഇതാണ്. അമ്മയുടെ തിരുക്കുമാരൻ കാൽവരി മലമുകളിൽ ബലിയായി തീർന്നതിന്റെ ആ അഭിഷേകവും ശക്തിയും നമ്മൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധിയിൽ ജീവിക്കാൻ പലപ്പോഴും നമ്മൾ ജൂതന്മാരെ പോലെ ശ്രമിക്കുവാനല്ല, കുരിശിന്റെ ശക്തി, കുരിശിൽ പരിഹാര ബലിയായി തീർന്ന ഈശോയുടെ പരിഹാര ബലിയിൽ ആശ്രയിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ശക്തിയിൽ നിലനിന്ന് ജീവിക്കുവാൻ അമ്മ മാതാവ് ആഗ്രഹിക്കുകയാണ്. ജൂതന്മാരുടെ ഹൃദയത്തിൽ അവർക്കറിയാം, അവർക്ക് ദൈവം കൽപ്പനകൾ കൊടുത്തു മോശ വഴിയായിട്ട്. ആ കൽപ്പനകളിൽ ആശ്രയിച്ചുകൊണ്ട്, ആ കൽപ്പനകൾ പാലിക്കുന്നവൻ ദൈവസമക്ഷം നീതീകരിക്കപ്പെടും. അല്ലെങ്കിൽ ആ കൽപ്പനകളിലൂടെ മരണശേഷം ദൈവം വിധികർത്താവായി നിൽക്കുമ്പോൾ അതനുസരിച്ച് വിധിക്കപ്പെടും എന്നുള്ള ആ ഒരു ബോധ്യം മാത്രമാണ് ജൂതമതത്തിലുള്ളതെങ്കിൽ, യേശുക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തി, കർത്താവിന്റെ വചനം റോമ 8:1 പറയുന്നു, ഒരു വ്യക്തി യേശുവിനോട് ഐക്യപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. അവൻ മരണത്തിന്റെ നിയമത്തിൽ നിന്ന് ജീവന്റെ നിയമത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് ഈ ജീവന്റെ നിയമം? അതായത് ഇന്ന് നീ കടന്നു പോകുന്ന സഹനങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും നടുവിൽ നീ തനിച്ചല്ല. നിന്റെ ഉള്ളിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു, ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ തിരിച്ചറിവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ സന്നദ്ധരായി നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുകയാണ്. നമ്മളെ ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥനയുടെ വലിയൊരു പരിചയമായിട്ട് അമ്മമാതാവിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മളോട് എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? എളിമയോടെ, സ്നേഹത്തോടെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് അവിടുത്തെ കുരിശുബലിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തി സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം വിളിക്കുകയാണ്. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവം എല്ലാവരെയും വിളിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, 2025 ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഉള്ളിൽ നൽകിയൊരു സന്ദേശം ഇപ്രകാരമാണ്. സഭയ്ക്കുള്ളിൽ തന്നെ വലിയൊരു ഇവാഞ്ചലൈസേഷനുള്ള ഒരു സമയമായിട്ട് ദൈവമാതാവ് കാണിക്കണം. ഞാനത് പ്രോഫസിയായിട്ട് റിലീസ് ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ശുശ്രൂഷകളിലൂടെ സഭയ്ക്കുള്ളിൽ തന്നെ ഒരു 80% ജനങ്ങൾ യേശു ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ആ വലിയ ശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് ചുറ്റും ഒരുപാട് ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സത്യത്തെ, വചനത്തിന്റെ സത്യത്തെ, ലേഖനങ്ങളിലൂടെ അപ്പസ്തോലന്മാരെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സുവിശേഷ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ, ആ ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുവാൻ അമ്മ മാതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. 2025 സഭയ്ക്കുള്ളിൽ തന്നെ വലിയൊരു സുവിശേഷവൽക്കരണം നടന്ന് ജനങ്ങൾ യേശുവിന് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു വർഷം
ഭാഷ, രാജ്യവ്യത്യാസമന്യേ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതിന് ആഴങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, വിശുദ്ധരെ പരിപൂർണരാക്കുന്ന ശുശ്രൂഷയുടെ പടവുകൾ നമ്മൾ ഓരോരുത്തരും ചവിട്ടി കയറുന്ന ഒരു വർഷമായി 2025 മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഫാത്തിമയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. 2025 ലോകരാജ്യങ്ങളുടെ മേൽ സുവിശേഷവൽക്കരണത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന അതിശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും മാനസാന്തരത്തിലേക്കും ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് അനന്ത യോഗ്യതയുടെ ആഴങ്ങളിലേക്കും ഓരോ മനുഷ്യാത്മാവിനെയും വഴി നടത്തപ്പെടുന്ന വർഷമായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ പറയുന്നല്ലോ, കൊളോസസ് 1:20, 21, 22 തിരുവചനത്തിൽ അങ്ങയുടെ കുരിശിലെ മരണത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ തന്റെ അങ്ങയുടെ ഭൗതിക ശരീരമാകുന്ന സഭയോട് അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് പിതാവാൻ ദൈവത്തോട് ഞങ്ങൾ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു. ഓരോ ഭവനങ്ങളിലും, ഓരോ കുടുംബത്തിലും, ഓരോ വ്യക്തിയുടെ ആത്മാവിന്റെ ആഴങ്ങളിലും ദൈവം നൽകുന്ന വലിയ സമാധാനവും സമാശ്വാസവും അനുഭവിച്ച്, ഈശോ നൽകുന്ന ആ ആശ്വാസം അനുഭവിച്ച്, അമ്മ മാതാവ് നൽകുന്ന ആ സാന്ത്വനം അനുഭവിച്ച്, ആ സ്നേഹം അനുഭവിച്ച്, സ്വസ്ഥത അനുഭവിച്ച് 2025 പ്രവേശിക്കുമ്പോൾ ഏറ്റവും ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് തീരട്ടെ. പ്രോഫസി ചെയ്ത് ആ വചനത്തെ, ആ ഒരു മെസ്സേജിനെ, ഈശോയെ ആ ഒരു മെസ്സേജിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 2025 സഭയ്ക്കുള്ളിൽ തന്നെ വലിയ ഉണർവും സുവിശേഷവൽക്കരണവും നടക്കുന്ന ഒരു വർഷമായി തീരുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും ആമേൻ, ആമേൻ. സൗരങ്ങളെ, സഭയ്ക്കുള്ളിൽ തന്നെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വല്യപ്പച്ചന്റെ ഒക്കെ ഒരു ടൈമിൽ അവരുടെയൊക്കെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ റിവോൾവ്ഡ് അറൗണ്ടായിരുന്നു. റോമ 5:17 കൃപയുടെ നീതിയുടെ ദാനത്തിന്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴി എത്രയോ അധികമായി ജീവനിൽ വാഴും. അവരൊക്കെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടന്ന് ഈശോയുടെ കുരിശു മരണത്തെ, ആ ക്രോസിനെ സെന്റേഡ് ആയിട്ടായിരുന്നു. അതിലൂടെയാണ് നീതീകരണം, വിശുദ്ധീകരണം, പാപമോചനം, വിടുതൽ, ഡെലിവറൻസ് എല്ലാം നടക്കുന്നത്. വ്യക്തികളിലോ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തികളും സ്ഥലങ്ങളും ഒക്കെ പ്രാധാന്യമുള്ളതാകുന്ന എപ്പോഴാണ്? അത് ഈശോയുടെ കുരിശുവിലയുടെ അനന്ത ശക്തി നിറയപ്പെടുമ്പോഴാണ്. ഫാത്തിമ ഇത്രമാത്രം ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് അല്ലെ. ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യര്, 10,000-ാണ് ദിവസവും വരുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ഇവിടെ അമ്മ മാതാവിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനേകർ അനുഭവിച്ചറിയുകയാണ്. ഇത് ഓരോ വ്യക്തിയിലും സംഭവിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഫാത്തിമയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ മലാറ്റൂരും അതുപോലെ തന്നെ ലോകത്ത് അനേക ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിക്കേണ്ടത് ഈ സുവിശേഷവൽക്കരണത്തിനായിട്ടാണ്. 2034 ആ ഒരു ജൂബിലി വർഷം, ആ വർഷത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ ഭൂമി മുഴുവനും സുവിശേഷത്തിന് ശക്തി കൊണ്ട് നിറയപ്പെടുന്നത് നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം, സ്വപ്നം കാണാം. കർത്താവിന് കൃപയും സമാധാനവും എല്ലാവരുടെയും ഒപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രത്യേകമായി ഫാത്തിമയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളൊക്കെ കർത്താവിന് അറിയാൻ ഞാൻ അമ്മ മാതാവിനോട് ചേർന്ന് അവയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ടെറ്റലസ്റ്റായി. ആവേ മരിയ.